ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ റെസിപ്പിയും നല്ലൊരു ഇഫ്താർ സ്നാക്കാണ്, അല്ലെങ്കിൽ 4 മണി പലഹാരമായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ഈസി ടേസ്റ്റി റെസിപ്പിയാണ് ഇറാനി പോള അല്ലെങ്കിൽ ചിക്കൻ പോള. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഈ ഒരു ഇറാനി പോള നമ്മൾ തയ്യാറാക്കുന്നത് ചിക്കൻ വെച്ചിട്ടാണ്. എല്ലില്ലാത്ത ചിക്കൻ കഷ്ണങ്ങളെ നന്നായി കഴുകി വൃത്തിയാക്കി ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. 150 ഗ്രാം ചിക്കൻ അല്ലെങ്കിൽ ഒരു ബ്രസ്റ്റ് പീസാണ് എടുത്തിട്ടുള്ളത്. ചിക്കൻ ആദ്യം ഒന്ന് മാരിനേറ്റ് ചെയ്ത് മാറ്റി വയ്ക്കാം. അതിനുവേണ്ടി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി അല്ലെങ്കിൽ ചതച്ച കുരുമുളക്, 1 ടീസ്പൂൺ നാരങ്ങനീര് അല്ലെങ്കിൽ ഒരു പകുതി നാരങ്ങയുടെ നീര് ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് മാരിനേറ്റ് ചെയ്ത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഏറ്റവും കുറഞ്ഞത് ഒരു 15 മിനിറ്റ് മുതൽ 1 മണിക്കൂറൊക്കെ വരെ ഇതൊന്ന് മാറ്റി വെച്ചാൽ നല്ലതായിരിക്കും. ഈ ഒരു പോളയുടെ ബാറ്റർ തയ്യാറാക്കാൻ വേണ്ടി മിക്സിയുടെ വലിയ ജാറിലേക്ക് 250 ml പാൽ ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് പാലാണ് ഒഴിച്ചിട്ടുള്ളത്. തിളപ്പിക്കാത്ത സാധാരണ പാലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഏതെങ്കിലും ഒരു റിഫൈൻഡ് ഓയിലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. വെളിച്ചെണ്ണ അല്ലാത്ത ഏത് ഓയിലും ഉപയോഗിക്കാവുന്നതാണ്. നമ്മൾ സാധാരണ കേക്ക് ബാറ്ററൊക്കെ തയ്യാറാക്കുമ്പോൾ ഒഴിക്കുന്നത് പോലെ തന്നെയാണ്. 1/4 കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. ഇനി ഈ ഒരു ബാറ്ററിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ആദ്യം പാലൊഴിച്ചത് കൊണ്ട് തന്നെ ഈ ഒരു മൈദ അതിലേക്കൊന്ന് മിക്സ് ആക്കണം. ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഒന്നങ്ങ് മിക്സ് ആക്കി കൊടുത്താൽ മതി. മൈദ ഏറ്റവും അടിയിലിട്ടിട്ട് മുകളിൽ പാലൊഴിച്ചാൽ ചില സമയത്തൊക്കെ കട്ടിയായി പോണത് കാണാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പാലും ഓയിലൊക്കെ ഒഴിച്ചത്. അതിനുശേഷം ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 മുട്ട ചേർത്ത് കൊടുക്കുക. കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. ഈ ഒരു മിക്സ് 3 മിനിറ്റ് നേരം മിക്സിയിൽ നല്ലപോലെ ബ്ലെൻഡ് ചെയ്തിട്ടെടുക്കാം. ഇനി പോളയിലേക്കുള്ള ഫില്ലിങ് തയ്യാറാക്കാൻ വേണ്ടി ഒരു നന്നായി ചൂടായ പാനിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഒരു വലിയ സവാള ചെറുതായിട്ട് സ്ലൈസ് ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കാം. സവാള നന്നായി വഴറ്റിയെടുക്കുക. സവാള പെട്ടെന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടി ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. സവാള ഒന്നങ്ങ് വഴണ്ട് വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 6-7 വെളുത്തുള്ളി, 1 ഇഞ്ച് കനത്തിലുള്ള ഇഞ്ചി, 1 പച്ചമുളക് ചേർത്തിട്ടുള്ള മിക്സാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നല്ലതുപോലെ മിക്സാക്കി കൊടുക്കുക. പച്ചമണം എല്ലാം മാറുന്നത് വരെ നല്ലപോലെ മിക്സാക്കി എടുക്കാം. എല്ലാ ഇൻഗ്രീഡിയൻസും അത്യാവശ്യം നല്ലതുപോലെ വഴണ്ട് വന്നതിന് ശേഷം അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മീറ്റ് മസാലയോ ഗരം മസാലയോ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ചെറിയ തീയിലിട്ട് മസാല കരിഞ്ഞു പോകാതെ ഏകദേശം 1 മിനിറ്റ് ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കുക. ചിക്കൻ നമ്മൾ ആദ്യം ഫ്രൈ ചെയ്തിട്ടില്ല. ഈ ഒരു സവാളയിലും മസാലയിലും ഒക്കെ കിടന്നിട്ടാണ് നമ്മളിതൊന്ന് ഫ്രൈ ആക്കി എടുക്കാൻ പോകുന്നത്. ചിക്കൻ ചെറിയ പീസ് ആയതുകൊണ്ടും ബോൺലെസ് ആയതുകൊണ്ടും വളരെ പെട്ടെന്ന് തന്നെ അത് വെന്ത് കിട്ടും. ചിക്കൻ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്നങ്ങ് മിക്സ് ആക്കുക. അതിനുശേഷം ഒരു 1 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെക്കുക. പെട്ടെന്ന് തന്നെ ചിക്കൻ അതുമായിട്ട് മിക്സ് ആവും. അതിനുശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ 2-3 മിനിറ്റ് കൂടി ഒന്നങ്ങ് മിക്സ് ആക്കി എടുത്താൽ ചിക്കൻ റെഡിയായി കിട്ടും. 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും 1 ടീസ്പൂൺ സോയ സോസ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നങ്ങ് മിക്സ് ആക്കി എടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. നല്ല ടേസ്റ്റാണ് ഈ ഒരു ടൊമാറ്റോ കെച്ചപ്പും സോയ സോസും കൂടി ഇതിൽ ചേർത്തിട്ട് ഒന്ന് മിക്സ് ആക്കിയാൽ ഒരു പ്രത്യേക ഒരു ഫ്ലേവറും ടേസ്റ്റും ഒക്കെ ഈ ഒരു ഫില്ലിങ്ങിന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ചേർത്ത് കൊടുത്തത്. ഇപ്പോൾ ഈ ഒരു ചിക്കൻ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഒരു പോള തയ്യാറാക്കുന്നത് ഓവനിലല്ല, പാനിൽ വെച്ചിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടി ഒരു സോസ് പാൻ എടുത്തിട്ടുണ്ട്. സോസ് പാൻ വെക്കുമ്പോൾ അടിയിൽ ഒരു പാന് കൂടി വെച്ച് കൊടുക്കുക. ഒരുപാട് ചൂട് ആ ഒരു പാനിൻ്റെ അടിയിലേക്ക് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. സോസ് പാനിൽ കുറച്ച് എണ്ണയോ ബട്ടറോ തൂത്തിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഫ്ലെയിം ഓൺ ചെയ്ത് ഒരു 1 മിനിറ്റ് ആ ഒരു പാൻ ചൂടാക്കി എടുക്കുക. ചൂടാക്കി എടുത്തതിന് ശേഷം ഈ ഒരു സോസ് പാൻ അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക. അതിനുശേഷം ഒരു പകുതി ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
ഇതിലുള്ള പാൻ നന്നായി ചൂടായിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ഇനി ഫ്ലെയിം ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് വെച്ചതിന് ശേഷം ഒരു 2 മിനിറ്റ് ഇതൊന്ന് അടച്ചു വയ്ക്കുക. ആ ഒരു സമയം കൊണ്ട് ഈ ഒരു ബാറ്റർ ചെറുതായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ടാവും. 2 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കുമ്പോൾ ഇതുപോലെ ഒന്ന് സൈഡ്സ് എല്ലാം ഒന്ന് വിട്ട് വെന്ത് വന്നിട്ടുണ്ടാവും. ഏറ്റവും ചെറിയ തീയിൽ വെക്കാൻ മറക്കരുത്. തീ കൂട്ടി വെച്ചാൽ അടിഭാഗം പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ഇനി ഇതിൻ്റെ മുകളിലേക്ക് തയ്യാറാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് ചേർത്ത് കൊടുക്കാം. മുഴുവനായിട്ട് തന്നെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഒരുപാട് സൈഡ്സിലേക്ക് ഇടാതെ എല്ലാ ഭാഗത്തും യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് തന്നെ ഈ ഒരു ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഇനി അതിന് മുകളിലേക്ക് ബാക്കിയുള്ള ബാറ്റർ കൂടി ഒഴിച്ചു കൊടുക്കുക. ബാറ്റർ ഒഴിച്ചു കൊടുക്കുമ്പോൾ സൈഡ്സിൽ നിന്ന് ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ എന്തായാലും ആ ഒരു സൈഡെല്ലാം നല്ലതുപോലെ ഫില്ലായി കിട്ടും. നടുവിൽ നിന്ന് ഒഴിച്ചു കൊടുത്താൽ ചിലപ്പോൾ ബാറ്റർ തീർന്നു പോകാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ എല്ലായിടത്തും യൂണിഫോം ആയിട്ട് അത് വരില്ല. അതുകൊണ്ട് സൈഡ്സിൽ നിന്ന് ഒഴിച്ചു കൊടുത്ത് എല്ലാ ഭാഗത്തേക്കും എത്തിച്ചു കൊടുക്കാം. ഞാനിവിടെ മുഴുവനായിട്ടും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം എല്ലാ ഭാഗത്തും ഫില്ലായി നല്ല കനത്തിൽ തന്നെ ഈ ഒരു ബാറ്റർ ഒഴിച്ചു കൊടുക്കാനുണ്ടാവും. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കണം. ഞാൻ ഏകദേശം ഒരു 10 മിനിറ്റ് ഒന്ന് വേവിച്ചതിന് ശേഷം ഇതിന് മുകളിലേക്ക് ഗാർണിഷ് ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആദ്യമേ തന്നെ ഇട്ട് കൊടുത്താൽ ചിലപ്പോൾ ഉള്ളിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. ഒരു 10 മിനിറ്റിന് ശേഷം ഇത് ഏകദേശം ഒന്ന് വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി കുറച്ച് ക്യാപ്സിക്കവും ക്യാരറ്റും മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് തികച്ച ഓപ്ഷണലാണ്. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. ചിക്കൻ പീസസ് ചെറുതായിട്ട് ഷ്രെഡ് ചെയ്തതോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടി കുറച്ച് ക്യാപ്സിക്കവും ക്യാരറ്റും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ കട്ട് ചെയ്യണമെന്നൊന്നുമില്ല. ഇഷ്ടമുള്ള പോലെ കട്ട് ചെയ്ത് ഗാർണിഷ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇത് ഒരുപാട് നേരം തുറന്ന് വെക്കരുത്. ജസ്റ്റ് ഇതൊന്ന് വെച്ചിട്ട് അതങ്ങ് അടച്ചു കൊടുക്കുക. ഒരു 20 മുതൽ 25 മിനിറ്റ് വരെ ഏറ്റവും ചെറിയ തീയിൽ ഇട്ട് കൊടുക്കുമ്പോഴേക്കും ഇത് നന്നായിട്ട് കുക്കായിട്ട് വരും. 25 മിനിറ്റിന് ശേഷമാണ് ഞാനിത് തുറന്ന് നോക്കുന്നത്. നന്നായി വെന്ത് പൊങ്ങി വന്നിട്ടുണ്ട്. മുകൾ ഭാഗം ചെറുതായിട്ടൊന്ന് വെന്തിട്ടില്ല എന്ന് നമുക്ക് തോന്നും. പക്ഷേ അത് നന്നായിട്ട് ഉള്ളിലൊക്കെ വെന്തിട്ടുണ്ടാവും. ഇതൊന്ന് നമുക്ക് മറിച്ചിട്ടിട്ട് ഒന്നുകൂടി ഒന്ന് മുകൾ ഭാഗം വേവിച്ചെടുക്കുമ്പോഴേക്കും ആ ഒരു മുകളിലുള്ള ഭാഗം മാത്രം ഒന്നങ്ങ് ഫ്രൈ ആയിട്ട് കിട്ടും. ഇതിപ്പോൾ ഞാൻ മറിച്ചിട്ടിട്ട് എടുത്തിട്ടുണ്ട്. ഒരു പ്ലേറ്റിലേക്ക് സൂക്ഷിച്ചെടുക്കുക. ഇത് അത്യാവശ്യം നല്ല ചൂടുണ്ടാവും. അതിനുശേഷം ഒരു പാനിലേക്ക് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ഇതൊന്ന് അടിഭാഗം കൂടി ഒന്ന് റെഡിയാക്കി എടുക്കാം. പാനിലേക്ക് വെച്ച് കൊടുക്കുമ്പോൾ ഒരുപാട് നേരം വെക്കരുത്. ചെറിയ തീയിൽ തന്നെ ഇട്ടാൽ മതി. മുകൾ ഭാഗം പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഒരു 2-3 മിനിറ്റ് ചെറിയ തീയിലൊന്ന് വെച്ച് കൊടുത്താൽ ഇത് കറക്റ്റായിട്ട് കിട്ടും. ചെറിയ തീയിൽ വെച്ച് കുക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇതുപോലെ ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് നമ്മൾ കുത്തി നോക്കുമ്പോൾ നല്ല ക്ലിയർ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതായത് ഉള്ളിലൊക്കെ നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. നല്ല രുചിയുമാണ്. ഇഫ്താറിനൊക്കെ നമുക്ക് ഒരു പലഹാരം ഉണ്ടാക്കിയാൽ ഒരുപാട് പേർക്ക് സെർവ് ചെയ്യാം. മുറിച്ചങ്ങ് സെർവ് ചെയ്താൽ മതി. അപ്പോൾ നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഈസി ടേസ്റ്റി പോളയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല പഞ്ഞി പോലെയാണ് ഇരിക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ നല്ല ടേസ്റ്റുള്ള ഒരു ചിക്കൻ ഫില്ലിംഗ് കൂടെ ആകുമ്പോഴേക്കും നല്ല രുചിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അതുപോലെ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഈ ഒരു റെസിപ്പി ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഇതുപോലെ കട്ട് ചെയ്യാം. കട്ട് ചെയ്യുമ്പോൾ ഇതുപോലെയാണ് ഉണ്ടാവുക. ചിക്കൻ ഫില്ലിങ്ങും ആ ഒരു ബ്രെഡും എല്ലാം കൂടി നല്ല കറക്റ്റായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനിയും നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും താങ്ക് യു.